നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ദിയ അശ്വിൻ്റെ വിവാഹം. അത് ആരാധകർ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ വലിയൊരു ആഘോഷം നടക്കാൻ പോകുന്നു. അതും ആദ്യത്തെ ഒരു വിവാഹമാണ്. അപ്പോൾ അത് എന്തായാലും താരങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കാം ആ വിവാഹം എൻജോയ് ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ അവരുടെ വിവാഹ വസ്ത്രങ്ങൾ, അവരുടെ വിവാഹ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്, എല്ലാം പ്രേക്ഷകർ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ 5-നായിരിക്കാം വിവാഹം എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇതുവരെ വിവാഹ തീയതി ദിയ എന്തായാലും സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. അതെന്തായാലും പുറത്തു വിട്ടിട്ടില്ല. ദിയ അശ്വിൻ്റെ കുടുംബമൊത്ത് വിവാഹത്തിന് മുമ്പേ നിരവധി ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹം സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് സെപ്റ്റംബർ 5-ാം തീയതി എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളും. എന്തായാലും ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിക്കാനുള്ള പല സർപ്രൈസുകളും ദിയയുടെ വിവാഹത്തിന് മുമ്പ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് താരം തന്നെ പറയുന്നത്. ദിയാകൃഷ്ണയുടെ വിവാഹ ആഘോഷങ്ങളുടെ തിരക്കിലാണ് അഹാനയും സഹോദരിമാരും. മൂത്ത സഹോദരിയായ അഹാന ദിയയുടെ വിവാഹത്തിനായി നേരത്തെ ഒരുങ്ങി. ഡ്രസ് ഡിസൈനിങ് ആയാലും ആഭരണങ്ങളായാലും ആദ്യം തന്നെ സെറ്റാക്കിയത് അഹാനയാണ്. ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഡിസൈനാണ് ഇത്തവണ ലഭിച്ചത്. അപൂർവമായി മാത്രമാണ് മനസ്സിലെ ഡിസൈൻ അതുപോലെ തന്നെ ചെയ്തു കിട്ടുന്നത്. ഇത്തവണ അത് സാധിച്ചതിൽ സംതൃപ്തിയുണ്ടെന്നും അഹാന നേരത്തെ പറഞ്ഞിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് മെഹന്തി ഫംഗ്ഷൻ ഉണ്ടാകുമെന്ന് ദിയയും പറഞ്ഞിരുന്നു. ഇപ്പോൾ മെഹന്തി ഇട്ട് സുന്ദരിയായ അഹാനയാണ് സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്നത്. സഹോദരിയുടെ വിവാഹത്തിന് ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത് അഹാന തന്നെയാണ്. അത്രയും മനോഹരമായ മെഹന്തി ഡിസൈനാണ് താരത്തിൻ്റെ കയ്യിൽ. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ കയ്യിൽ മെഹന്തി ഇടുന്നത്. അതെനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ വിവാഹത്തിന് വേണ്ടി കൂടിയാണെന്നായിരുന്നു അഹാന കുറിച്ചത്. മനോഹരമായ മെഹന്തി ഡിസൈൻ, മൂത്ത സഹോദരിമാരുടെ ക്യൂട്ട് ക്യാപ്ഷൻ. അപ്പോൾ ഈ ആഴ്ച തന്നെയാണ് ദിയയുടെ വിവാഹം ആരാധകരും ഉറപ്പിച്ചിരിക്കുകയാണ്. നിരവധി കമൻസാണ് അഹാനയുടെ ചിത്രത്തിന് താഴെ വരുന്നത്. എല്ലാവർക്കും ഏറെ ആകാംക്ഷയുണ്ട്, ഒപ്പം സന്തോഷവുമാണ്. 10 വർഷത്തിന് ശേഷം കയ്യിൽ മെഹന്തി ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് അഹാനെ. അധികം വൈകാതെ മെഹന്തി ചടങ്ങ് നടത്തുന്നുണ്ടെന്ന് നേരത്തെ ദിയയും പറഞ്ഞിരുന്നു. അന്ന് മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നായിരുന്നു ദിയയുടെ കമന്റും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് സഹോദരിമാർ ചേർന്ന് ദിയയ്ക്ക് ബ്രൈഡൽ ഷവർ കൊടുത്തത്. എല്ലാത്തിനും നേതൃത്വം നൽകിയത് അഹാനയും ഇഷാനിയും ചേർന്നാണ്. വേറിട്ട രീതിയിൽ ഒരു കളർ തീമിൽ വെച്ചായിരുന്നു എല്ലാം ഒരുക്കിയത്. ശരിക്കും കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഒരുക്കം. അഹാനയുടെ നേതൃത്വത്തിലെ ബ്രൈഡൽ ഷവർ പോലെ മെഹന്തി ഫംഗ്ഷനും ഗംഭീരമായിരിക്കും എന്ന് തന്നെയാണ് ആരാധകർ നോക്കിക്കാണുന്നത്. You're watching me on metromatney.com. on metromatney.com. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.